എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ക്യൂരിയസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഡിസംബറിലാണ് എക്സാം. അപ്പം അതിനെപ്പറ്റി നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. ജസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷനും എന്തൊക്കെയാണ് യോഗ്യതകൾ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ, ഡേറ്റ് എന്നാണ്, എക്സാം ഫീസ് എങ്ങനെയാണ്, സിലബസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ഒഫീഷ്യൽ സൈറ്റിലുള്ള വിജ്ഞാനം തന്നെയാണിത്. നോക്കാം. കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഡിസംബർ 2020 വിജ്ഞാപനം. ഓക്കെ, കാറ്റഗറി 1 അറിയാലോ, ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ, അപ്പർ പ്രൈമറി ക്ലാസ്സുകൾ കാറ്റഗറി 2, കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്കും, കാറ്റഗറി 4 ഭാഷാ അധ്യാപകർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, അങ്ങനെയുള്ള മേഖലയിലോട്ടാണ് കൊടുത്തേക്കുന്നത്. CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ KTET കാറ്റഗറി 1 നിന്നും, CTET എലിമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ KTET കാറ്റഗറി 2 നിന്നും ഒഴിവാക്കാവുന്നതാണ്. അതായത് CTET സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. നെറ്റ്, സെറ്റ്, MPhil, PhD, MEd എന്നീ യോഗ്യതകൾ നേടിയവരെ KTET കാറ്റഗറി 1 മുതൽ 4 വരെ നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. സൂചന: 7 സർക്കാർ ഉത്തരവ് പ്രകാരം MEd ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിരിക്കണമെന്ന് നിബന്ധനയില്ല. KTET കാറ്റഗറി 3 ജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. 3 ഉണ്ടെങ്കിൽ 2ൻ്റെ ആവശ്യമില്ല. BEdകാർക്ക് 3 പാസ്സായാൽ മതി, 2ൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പിന്നെ KTET കാറ്റഗറി 1 and 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP, UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതിൽ ഒരെണ്ണം ജയിച്ചാലും നമുക്ക് LP, UP അധ്യാപകരാകാൻ വേണ്ടി കഴിയും. ഓക്കെ, പരീക്ഷ നടത്തുന്നത് പരീക്ഷാ ഭവനാണ്. അറിയാലോ, നമ്മുടെ സൈറ്റിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഫീസ് കണ്ടോ, ഓരോ വിഭാഗത്തിലും അപേക്ഷാ ഫീസ് 500 രൂപയാണ്. ഇത്തവണയും ഫീസ് 500 രൂപ തന്നെയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭിന്നശേഷിയുള്ളവർക്കും ഫീസ് 250. ഓക്കെ, പിന്നെ ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ കോപ്പി എടുത്ത് സൂക്ഷിക്കുക. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളെല്ലാം പരീക്ഷാ ഭവനിലേക്ക് അയക്കേണ്ടതില്ല. നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരു ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് അയച്ചാൽ മതി. അഥവാ അത് പറ്റുന്നില്ല, സ്വന്തമായിട്ട് സിസ്റ്റം ഉണ്ട്, ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഒന്നൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനും അത് അയക്കാൻ അറിഞ്ഞാൽ ഫോണിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഫോട്ടോസും സൈനും അതിൻ്റേതായിട്ടുള്ള സൈസിൽ അപ്ലോഡ് ചെയ്യണം. അത് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി 19/11/2020 19/11 ഈ മാസം 19 ഇന്നു മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി 27/11 ഈ മാസം 27-ാം തീയതി വരെയാണ് സമയമുള്ളത്. ഫീസ് അടയ്ക്കുന്നതിനും ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനും. ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് 28/11 28/11 മുമ്പായിട്ട് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. വെബ്സൈറ്റിൽ നിന്നും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി 19/12/2020 മുതൽ ഡിസംബർ 19-ാം തീയതി മുതലാണ് ഹാൾ ടിക്കറ്റ് എടുക്കുന്നത്. പരീക്ഷാ തീയതി 28/12/2020. എല്ലാം പെട്ടെന്നാണ്. തൊട്ടടുത്ത മാസമാണ് എക്സാം വരുന്നത്. ഒരു സമയം നമുക്കിനി ഒട്ടുമില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് പഠിക്കാം. 28-ഉം 29-ഉമാണ് എക്സാം വരുന്നത്. കാറ്റഗറി 1-ഉം 2-ഉം വരുന്നത് 28-ാം തീയതിയും കാറ്റഗറി 3-ഉം 4-ഉം വരുന്നത് 29-ാം തീയതിയാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുകയുള്ളൂ. മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് വിശദീകരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. കേട്ടതിൻ്റെ സാധ്യത അറിയാമല്ലോ. നമുക്ക് ഇത്തവണയും കുഴപ്പമില്ല. കേരള സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ അധ്യാപകർക്കായുള്ള സർവീസ് ചട്ടങ്ങളിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായും 2009 RTE ആക്ട് അനുസരിച്ചും NCTEയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചും KTET ചുവടെ ചേർത്തിട്ടുള്ള സ്കൂളുകൾക്ക് ബാധകമാക്കിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. സൈറ്റിൽ ഒഫീഷ്യലായിട്ട് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. പരീക്ഷാ തീയതി, ഉള്ളടക്കം, ഘടന. ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപകരാവാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്ക്, അതായത് DLED, DED, TTC മുതലായിട്ടുള്ള യോഗ്യത നേടിയവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BA ഇതെല്ലാം വിശദമായിട്ട് വായിച്ചു നോക്കുക. അപ്പർ പ്രൈമറി ക്ലാസ്സുകൾക്ക് അധ്യാപകരാവാൻ യോഗ്യത നേടിയവർക്ക് കാറ്റഗറി 2, UP അതായത് കാറ്റഗറി 2 DLED, DEDകാർക്ക് അപ്ലൈ ചെയ്യാം. ഒപ്പം തന്നെ BEdകാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BEdകാർക്ക് പക്ഷേ കാറ്റഗറി 1 LP സെക്ഷനിലോട്ട് BEdകാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ അത് ഈ DLED, DED, TTC ഇവർക്കുള്ള വളരെ നല്ലൊരു ഗുണമാണ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നീട് BEd, DED, DLED അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് സെം കഴിഞ്ഞ് തേർഡ് സെം അല്ലെങ്കിൽ ഫോർത്ത് സെം അറ്റൻഡ് ചെയ്യുന്നവർക്കും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം എക്സാമിന്. ഇത്തവണ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെഗറ്റീവ് മാർക്കിംഗ് പരീക്ഷയ്ക്കില്ല. അതുകൊണ്ട് ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. എപ്പോൾ വേണമെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഇൻസേർട്ട് ചെയ്യാം. കോമ്പറ്റീഷൻ കൂടി വരികയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എത്രത്തോളം പെട്ടെന്ന് എഴുതിക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് എഴുതിയെടുക്കുക. അപേക്ഷിക്കാനുള്ള യോഗ്യത ലോവർ പ്രൈമറിയിലേക്ക് 45% ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി തത്തുല്യം പരീക്ഷ പാസ്സായിരിക്കണം. +2 പാസ്സായിരിക്കുക. കൂടാതെ
കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ TTC DEd DLEd പരീക്ഷ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 45% മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി തത്തുല്യം പരീക്ഷയോടൊപ്പം NCTEയുടെ 2002 ചട്ടങ്ങൾക്കനുസരിച്ച് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ കൂടി നേടിയവർക്കും അപേക്ഷിക്കാം. അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തത്തുല്യം പാസ്സാവുകയും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ BLEd ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ യോഗ്യതയും ഉണ്ടാകണം. അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി തത്തുല്യം ജയത്തോടൊപ്പം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യോഗ്യത കൂടി നേടിയവരാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇനിയും അവസരമുണ്ടല്ലോ. ഇനിയിപ്പോൾ LPSC UPSC ഇപ്പോഴും വിളിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ഉഴപ്പരുത്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഓരോ ചാൻസും നഷ്ടപ്പെടുത്തുന്നത് മണ്ടത്തരമാണ്. എത്ര പെട്ടെന്ന് എഴുതാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു കാറ്റഗറിക്കാരും നമ്മൾ എത്ര പെട്ടെന്ന് ഇനിയിപ്പം കേട്ടിട്ട് ആജീവനാന്തം ആക്കിയത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജോലിക്കുള്ള സാധ്യത കൂടുകയേ ഉള്ളൂ. പ്രൈവറ്റ് സ്കൂളുകളിൽ പോലും ഇപ്പോൾ കേട്ടിട്ട് നോക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. പരീക്ഷയുടെ മാതൃക കണ്ടല്ലോ. ഫസ്റ്റ് കാറ്റഗറി 1-ൻ്റെയാണിത്. ശിശുവികാസവും ബോധനശാസ്ത്രവും 6 മുതൽ 11 വയസ്സിലുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യം വരുന്നത്. 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. ഗണിതശാസ്ത്രം 30, പരിസ്ഥിതി പഠനം 30, 1ാം ഭാഷ മലയാളമായിരിക്കും 30, ഭാഷ 2 ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ഏതായാലും 30. പിന്നീട് ചോദ്യരീതിയും നിലവാരവും പാർട്ട് 1 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനത്തിലും ബോധന വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഭാഗം 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്തരായ കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും ഉള്ള കഴിവ് പരിശോധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും. വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, ആശയങ്ങൾ, അധ്യാപനത്തിനുള്ള കഴിവ്, പ്രശ്നപരിഹാര പാടവം എന്നിവ അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഗണിതശാസ്ത്രവും പരിസ്ഥിതി പഠനവും എന്ന ഭാഗത്തുനിന്നുള്ളത്. അപ്പം നമ്മൾ പാഠപുസ്തകം നല്ല രീതിക്ക് മനസ്സിലാക്കിയിരിക്കുക. പാഠപുസ്തകം മനസ്സിലാക്കാതെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. നല്ല രീതിക്ക് 7 മുതൽ 8ാം ക്ലാസ് വരെയെങ്കിലുള്ള പാഠപുസ്തകം നല്ല രീതിക്ക് മനസ്സിലാക്കി വയ്ക്കുക എല്ലാവരും. ബോധന മാധ്യമമായി തിരഞ്ഞെടുത്ത ഭാഷ മലയാളം ഏതാണോ അതിലുള്ള കഴിവും പ്രാവീണ്യവും മനസ്സിലാക്കാൻ തക്ക ചോദ്യങ്ങൾ ഭാഗം 2-ൽ 1ാം ഭാഷ ഉൾക്കൊള്ളിക്കുന്നു. പ്രൊഫിഷ്യൻസീസ് റിലേറ്റഡ് ടു ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. 2ാം ഭാഷയായി തിരഞ്ഞെടുത്ത ഭാഷയെക്കുറിച്ചുള്ള അറിവ്, പ്രയോഗ പാഠവം എന്നിവ അളക്കുന്നതിനുള്ള ചോദ്യങ്ങൾ 3ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ്, അറബിക്. ഫോക്കസ് ഓൺ ദ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് എബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ. നല്ല രീതിക്ക് മനസ്സിലാക്കിക്കുക. ലാംഗ്വേജിനെ പറ്റി നല്ല മനസ്സിലാക്കിക്കുക. ഗ്രാമർ മനസ്സിലാക്കുക. ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഒരു ഡിസ്ക്രിപ്ഷൻ തന്ന് അതിൻ്റെ അകത്തുനിന്ന് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി പഠിക്കുക. കൂടുതൽ സിലബസ് മനസ്സിലാക്കി മാത്സ് സിലബസ് ഏറ്റവും കുറഞ്ഞ സിലബസ് ഉള്ള പോർഷൻസ് ഫസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്സ്, സയൻസ്, ലാംഗ്വേജുകൾ അങ്ങനെയുള്ള എടുത്തിട്ട് ലാസ്റ്റ് സൈക്കോളജി ഫിലോസഫിയിലോട്ട് പോവുക. സൈക്കോളജി ഫിലോസഫി ലാസ്റ്റ് വാസ്റ്റ് സിലബസ് ആണുള്ളത്. അതുകൊണ്ട് അത് പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, അതൊരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയി വെക്കുക. തിയറി പാർട്ടിന് ക്വസ്റ്റ്യൻ വളരെ കുറവായിരിക്കും. അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഒരു അധ്യാപിക എങ്ങനെ പെരുമാറണം എന്നുള്ള നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ജനറലായിട്ട് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപക ടീച്ചിങ് സ്റ്റുഡൻറ്റിന് ഉറപ്പായിട്ടും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലാവും. അപ്പം നമുക്ക് അതിൻ്റെ നിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉത്തെഴുതാൻ പറ്റും. അതുകൊണ്ട് മാത്സ് ഒക്കെ പാടാണ്, ഇംഗ്ലീഷ് പാടാന്ന് പറഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യാതെ അത് ആദ്യമേ പഠിച്ച് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് മാർക്ക് റാങ്കിങ്ങിൽ നിർണ്ണയിക്കുന്നത്. വർഷം എക്സാം എഴുതുന്നവർ പറയുന്നുണ്ട് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ക്വാളിഫൈ ആകാതെ പോകുന്നു എന്ന്. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്സ് സ്കിപ്പ് ചെയ്യുന്നത് നിർത്തലാക്കുക നിങ്ങൾ. കാറ്റഗറി 2-നെ പറ്റി വായിച്ചു നോക്കുക. BA, BCom, BSc ബിരുദത്തോടൊപ്പം എലമെൻ്ററി എഡ്യൂക്കേഷനിൽ ദിവത്സര ഡിപ്ലോമ, TTC, DEd, DLEd പാസ്സായിരിക്കണം. എന്തെങ്കിലും ഒന്ന് ഡിഗ്രി, ഒന്നുകിൽ ഡിഗ്രിയും BEdും അല്ലെങ്കിൽ TTC, DEd, DLEd വിത്ത് +2. ഓക്കെ. ബാക്കിയുള്ള ഏതെങ്കിലും ഇതിൽ 4 ഉള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഒരു സെക്ഷൻ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടെന്നാൽ മതിയായിരിക്കും. പരീക്ഷയുടെ മാതൃക MCQ ആയിരിക്കും. വേണ്ടേ ശിശുവികാസവും ബോധനശാസ്ത്രവും 11 മുതൽ 14 വയസ്സ് വരെ 30 തന്നെ. സയൻസ്, ഗണിതശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി ഗണിതവും സയൻസും, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി സാമൂഹ്യശാസ്ത്രം, അല്ലെങ്കിൽ മറ്റ് അധ്യാപകർ, അല്ലെങ്കിൽ B. ഭാഷ ഉണ്ട്, അത് മലയാളമായിരിക്കാം നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഭാഷ 2, ഭാഷ 1 അല്ലാതെ മലയാളമോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ രീതിയും നിലവാരവും
11 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും വികസനവും ബോധനവിദ്യയും എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വ്യത്യസ്തരായ കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള കഴിവ് പരിശോധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. മനസ്സിലായല്ലോ? നമ്മളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കുട്ടികളോട് എങ്ങനെ ഇടപെടുന്നു, കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയി കൂടുതലും ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അതുകൊണ്ട് ഒരുമാതിരി സ്കൂളിൽ പോയി ട്രെയിനിങ് നേതൃത്വത്തിലുള്ള മിക്ക അധ്യാപക വിദ്യാർത്ഥികളും അത് അറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതിന് അധികം സമയം ചിലവാക്കാതെ ബാക്കിയുള്ള വിഷയങ്ങൾ, സയൻസ് വിഷയങ്ങൾ, മാത്സ് വിഷയങ്ങൾ, ഇംഗ്ലീഷ് അങ്ങനെയുള്ള ലാംഗ്വേജ് തിയറി അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അവിടെയും മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസ് വളരെ കൂടുതൽ. കാറ്റഗറി 3 നോക്കുക. ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കാണ് അപേക്ഷിക്കാൻ വേണ്ട കുറഞ്ഞ യോഗ്യത 45% മാർക്കോടെയുള്ള BA, BSc, BCom യോഗ്യതയും, ഇതിലേതിൽ ഒന്ന് മതി, BA ഓർ BSc ഓർ BCom യോഗ്യതയും അതേ വിഷയത്തിലുള്ള B.Ed ഡിഗ്രിയും. ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഡിഗ്രി സാധാരണ ഡിഗ്രി ചെയ്യുന്നത് അതേ രീതിയിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ആകുന്ന അതേ ഡിഗ്രി തന്നെ നിങ്ങൾ B.Edൽ എടുക്കേണ്ട എവിടെ തന്നെ ആയിരിക്കും, അതേ വിഷയം തന്നെ ആയിരിക്കണം. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അംഗീകാരമുള്ള ഇതര യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നേടിയ യോഗ്യത ആയിരിക്കണം. ഓക്കെ. ആൻഡ് ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം എന്നീ വിഷയങ്ങളിന്മേൽ ഡിഗ്രി നേടിയവർക്ക് 50% മാർക്കിൽ കുറയാത്ത അതേ വിഷയത്തിലുള്ള MSc എഡ്യൂക്കേഷൻ, MSc എഡ് ഡിഗ്രി ഉണ്ടെങ്കിൽ കാറ്റഗറി 3 അപേക്ഷിക്കാവുന്നതാണ്. NCERT നടത്തുന്ന മേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചവ ആയിരിക്കണം. സസ്യ ജന്തു ശാസ്ത്ര വിഭാഗക്കാർക്കും 50% മാർക്കിൽ കുറയാതെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ ലൈഫ് സയൻസിലുള്ള MSc എഡ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. അവരുടെ സിലബസ് എക്സാമിൻ്റെ വരുന്നത് കൗമാര മനഃശാസ്ത്രം, പഠന സിദ്ധാന്തങ്ങൾ, അധ്യാപന, അഭിരുചി 40 മാർക്കാണ്. ഒന്നാം ഭാഷ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. തമിഴ്, കന്നഡ നമ്മൾ മലയാളം എടുക്കുന്നില്ലല്ലോ. 30 മാർക്ക്. വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ആശയവും ബോധനശാസ്ത്രവും 150 മാർക്ക് ടോട്ടലാണ്. ചോദ്യങ്ങളുടെ രീതി നിലവാരവും നമ്മൾ വായിച്ചു നോക്കാവുന്നതാണ്. തത്വങ്ങളും സമീപനങ്ങളും പഠനബോധന കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലാംഗ്വേജ് നല്ല രീതിയിൽ പഠിക്കുക. 2 ലാംഗ്വേജിൻ്റെ അകത്ത് നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന 60 എത്ര മാർക്കാണ്, 30 മാർക്കാണ് ലാംഗ്വേജ് കിട്ടുന്നത് നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ. വിഷയം നിങ്ങൾ എടുക്കുന്ന ഡിഗ്രി അതേപോലെയുള്ള മെയിൻ വിഷയം നിങ്ങളുടെ B.Ed ഏതാണ് അതേ ഡിഗ്രി വിഷയം 2 വിഷയം നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കുന്ന ഒരാൾക്ക് ക്ലിയർ ആക്കാൻ പറ്റും. 80 മാർക്കിൽ നിന്ന് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, 80 മാർക്കിൽ നിന്ന്. പിന്നീട് ലാംഗ്വേജ് ക്ലിയർ ചെയ്താൽ നിങ്ങൾ എക്സാം ക്വാളിഫൈഡ് ആയി കഴിയും. കാറ്റഗറി 4 അറിയാലോ, ശിശുവികസനം, ബോധനശാസ്ത്രം, അധ്യാപന, അഭിരുചി. സിലബസ് വരുന്നത് മലയാളം, ഇംഗ്ലീഷ്, ലാംഗ്വേജ് 40 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 80 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നിങ്ങൾ ആർട്ടാണോ, ഏതാണോ, ഫിസിക്കലാണോ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്തിരിക്കുന്ന സംഭവം ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ആൻഡ് കേഡറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് അനുവദിച്ചിട്ടുള്ള മാർക്ക് ഇളവ് SC, ST ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് യോഗ്യതാ പരീക്ഷയിൽ 5% മാർക്കുകൾ അനുവദിച്ചിട്ടുണ്ട്. അതായത് 90 മാർക്ക് ജനറലുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ 82 മാർക്ക് മതിയാകും SC, ST-കാർക്ക്. ഓക്കെ. പിന്നീട് താഴെ കൊടുത്തിട്ട് മാർക്ക് ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കാണ്, 60% വേണം. SC, ST, OBC, OEC വിഭാഗങ്ങൾക്ക് കേഡറ്റ് പാസ്സാകുന്നതിന് 50%, 82 മാർക്ക് വേണം. PH വിഭാഗങ്ങൾക്ക് 75 മാർക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ തന്നെയാണ് മുൻപുള്ള കണക്ക് തന്നെ. കേഡറ്റ് യോഗ്യത നേടി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തി അധ്യാപകനാവാൻ യോഗ്യനായി എന്ന് അർത്ഥമാകുന്നില്ല. അതത് സർക്കാരുകളും നിയമന അധികാരികളും നിഷ്കർഷിച്ചിട്ടുള്ള മറ്റ് യോഗ്യതകൾ കൂടി നേടിയാൽ മാത്രമേ അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. അത് മനസ്സിലാക്കി വയ്ക്കുക. അധ്യാപകനാവുന്നതിന് ക്വാളിഫൈ എക്സാം ആണെങ്കിൽ തന്നെയും ഇതുകൊണ്ട് മാത്രം ഒരാൾ അധ്യാപകനാവുന്നില്ലെന്ന് മനസ്സിലാക്കുക. നമുക്ക് പ്രായപരിധി ഇല്ല, എക്സാം എഴുതുന്നതിന് പ്രായപരിധി. ഏത് പ്രായത്തിലുള്ളവർക്കും എക്സാം അപ്ലൈ ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ്. പരീക്ഷാ ഷെഡ്യൂൾ എക്സാം തീയതി മുമ്പ് നമ്മൾ വായിച്ചു. മാധ്യമം നമുക്ക് എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. പരീക്ഷാ കേന്ദ്രങ്ങൾ നമുക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുക, അതിൽ കാണുന്ന ലിസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസ് ഒന്നുകിൽ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ചെല്ലാൻ വഴി നിങ്ങൾക്ക് അടയ്ക്കാം. SBI മുഖാന്തരമായിരിക്കും കൂടുതലും ഡീലിങ്സ് നടത്തുന്നത്. അത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് https://cadet.kerala.government.in എന്ന വെബ്സൈറ്റിൽ തന്നെയാണ് നമുക്ക് എക്സാം അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. പിന്നീട് അടിസ്ഥാന വിവരങ്ങൾ, നിങ്ങളുടെ ഫോട്ടോ ചെയ്യേണ്ട സൈസ്,
KB ഫോർമാറ്റിൽ 20 KB മുതൽ 30 KB സൈസിൽ അയക്കണം. ഫോട്ടോ JPG ഫോർമാറ്റിൽ അയക്കണം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നീട് 150x200 പിക്സൽ വലുപ്പത്തിലും അയക്കണം ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ. പിന്നീട് ഫൈനൽ സബ്മിഷന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കാം. പൈസ അടയ്ക്കുക, ചെല്ലാൻ വഴിയോ ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയോ അടയ്ക്കാവുന്നതാണ്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 100 രൂപ അടച്ച് ചെല്ലാൻ സഹിതം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ അപേക്ഷിക്കാവുന്നതാണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് പിന്നീട് പരീക്ഷയ്ക്ക് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ. പരീക്ഷ തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് പരീക്ഷ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ഹാൾ ടിക്കറ്റിനോടൊപ്പം താഴെ പറയുന്നവയിൽ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയുടെ അസൽ കൂടി പരീക്ഷകളിൽ ഹാജരാക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വോട്ടേഴ്സ് ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, ദേശസാൽകൃത ബാങ്കുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ഗവൺമെൻറ് ജീവനക്കാർക്ക് അതത് വകുപ്പ് സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ആധാർ കാർഡ്. മേൽപ്പറഞ്ഞ രേഖകൾ അല്ലാതെ പരീക്ഷയ്ക്ക് സഹായകമായ മറ്റ് പേപ്പറുകൾ ഒന്നും തന്നെ പരീക്ഷകളിൽ കൊണ്ടുവരാൻ പാടില്ല. ഏതെങ്കിലും വിധത്തിൽ മോശമായി പെരുമാറുന്നവരെ അയോഗ്യരാക്കുകയും മറ്റ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. പരീക്ഷാ സമയം കഴിയുന്നതിന് മുമ്പ് പരീക്ഷാർത്ഥികളെ ആരെയും പരീക്ഷകളിൽ നിന്ന് പുറത്തുവിടുന്നതല്ല. മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ പരീക്ഷകളെ അനുവദിക്കുന്നതല്ല. പരീക്ഷകളിൽ ഉള്ള ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിൽ പരീക്ഷാർത്ഥി ഹാജർ ബുക്കിൽ ഒപ്പുവെക്കേണ്ടതാണ്. ഹാൾ ടിക്കറ്റിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തി എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം അതത് പരീക്ഷാർത്ഥികൾക്കാണ്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നും നമുക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. ഒരു പുതിയൊരെണ്ണം തരത്തില്ല, ഒറ്റ OMR ഷീറ്റേ കാണത്തുള്ളൂ. അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി വേണം അറ്റൻഡ് ചെയ്യാൻ. നീല അല്ലെങ്കിൽ കറുപ്പ് ബോൾ പോയിന്റ് പേന ഉപയോഗിച്ച് ഉത്തരങ്ങൾ രേഖപ്പെടുത്താവുള്ളൂ. എല്ലാ നിർദ്ദേശങ്ങളും വായിച്ചിരിക്കണം എക്സാമിൻ്റെ നമ്മുടെ ഷീറ്റിൽ. ടൈമർ അവിടെ നിൽക്കുന്ന എക്സാമിൻ്റെ പറഞ്ഞതിന് മുമ്പായിട്ട് ഒരിക്കലും ആൻസർ ഷീറ്റ് ഓപ്പൺ ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യൻ ഷീറ്റും. അപ്പോൾ എല്ലാം വിശദീകരിച്ച് വായിച്ച് മനസ്സിലാക്കുക. കേരള പരീക്ഷാ ഭവൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിശദീകരിച്ച് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഒരു ചാൻസ് എടുക്കാതിരിക്കുക. ഇനി ഇത്ര പെട്ടെന്ന് എക്സാം വന്നിരിക്കുന്ന ഒട്ടും സമയമില്ല. ഒട്ടും സമയം പാഴാക്കാതെ നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങുക. ഇനി ഒട്ടും നിങ്ങൾ സമയം കളയരുത്. മാക്സിമം ട്രൈ ചെയ്യുക. സിലബസ് മനസ്സിലാക്കി നല്ല രീതിക്ക് മുന്നോട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഫീസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള സംഭവമാണ്. എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷാ ഭവൻ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോ ജില്ലയിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകും. അവിടെ പോയി സർട്ടിഫിക്കറ്റ് നമ്മുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, DED BEd ഒക്കെ പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ നമ്മുടെ വെരിഫിക്കേഷനും ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അതിന് താമസിക്കുന്നതനുസരിച്ച് ഈ ഫൈൻ അടച്ചിട്ടായിരിക്കും സർട്ടിഫിക്കറ്റ് നമ്മൾ നേടേണ്ടത്. കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം സർട്ടിഫിക്കറ്റ് പോയി വാങ്ങാവുന്നതാണ്. അതിനെപ്പറ്റി വിശദീകരിച്ച് പിന്നീട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ എക്സാമിൻ്റെ വീഡിയോ ആണ്. എക്സാമിന് വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കുക. നിങ്ങളുടെ OMR ഷീറ്റിൻ്റെ മോഡലാണിത്. എക്സാമിന് ചെയ്യുന്നതിൻ്റെ റോൾ നമ്പർ, ബുക്ക്ലെറ്റ് നമ്പർ, സെറ്റ് ഏതാണ്, അതിൻ്റെ ഒപ്പ്, ഇൻവാലിഡ് സൈൻ, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഫസ്റ്റ് സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 കൂടെ ഒരുമിച്ചാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി, മാത്സ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, പാർട്ട് 2 ലാംഗ്വേജ് ആണ്, പാർട്ട് 3 ലാംഗ്വേജ് ആണ്. അതൊന്ന് മനസ്സിലാക്കുക. കാറ്റഗറി 3യുടെ OMR ഷീറ്റാണിത്. ആൻഡ് കാറ്റഗറി 2ൻ്റെ OMR ഷീറ്റാണ് താഴെ കാണിച്ചേക്കുന്നത്. കാറ്റഗറി 4ൻ്റെ OMR ഷീറ്റാണിത്. അപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് മനസ്സിലാക്കുക. ഇനി ഒട്ടും സമയം നിങ്ങൾക്ക് പാഴാക്കാൻ വേണ്ടിയില്ല. പരമാവധി നല്ല രീതിക്ക് പഠിച്ച് എഴുതുക. സിലബസ് മനസ്സിലാക്കുക. എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. വർഷങ്ങളായിട്ട് TTC പാസ്സായിട്ട് പോലും ഇപ്പോഴും എഴുതാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടെന്നുള്ളതിന് മനസ്സിലാക്കുക. ആ ബോധ്യം വെച്ചുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ആദ്യമേ നല്ല രീതിക്ക് സിലബസ് മനസ്സിലാക്കി മാത്സ് ഫോക്കസ് ചെയ്യുക. മാത്സിലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. മാത്സ്, സയൻസ്, ലാംഗ്വേജസ്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അതിനുശേഷം ഫിലോസഫി, സൈക്കോളജിയിലോട്ട് പോവുക. മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഒട്ടും സമയം പാഴാക്കാൻ വേണ്ടിയിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ലക്ക്, വിജയാശംസകൾ. അപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എക്സാമിനുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സൗജന്യമാണ് പൂർണ്ണമായിട്ടും. അപ്പം മാത്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന മാത്സ്, സയൻസ് വിഷയങ്ങളാണ്. പിന്നീട് സൈക്കോളജി, ഫിലോസഫിയിലുള്ള ഇമ്പോർട്ടൻ്റ്
പോയിന്റ്സ്, അതായത് ഒരു വർഷം സ്കിപ്പ് ചെയ്യാതെ ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുകയും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കഴിയുകയും ചെയ്യും. നമ്മുടെ ഫുൾ സപ്പോർട്ടിങ് ഉണ്ടാക്കുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.